Hi dears, welcome back to Pocket School. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സൂചകസംഖ്യകൾ കോർഡിനേറ്റ്സിന്റെ തുടക്കം ബേസിക് ഐഡിയകളാണ് പറഞ്ഞത്. ഇന്ന് അത് വെച്ചിട്ട് കുറച്ച് റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് ഒരു കോർണർ മാത്രം തന്നാൽ ബാക്കി കാണുന്നതും, രണ്ട് കോർണർ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് കോർണർ കാണുന്നതും, അതേപോലെ തന്നെ സമചതുരം സ്ക്വയറിൻ്റെത് ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മക്കളെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്ടാങ്കിൾസ്, സ്ക്വയർ, ഇതിൻ്റെയൊക്കെ രണ്ട് വേർട്ടിസസ് തന്നു. ബാക്കി രണ്ട് വേർട്ടിസസ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ചതുരം, സമചതുരം ഇവയുടെയൊക്കെ രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക? Is all rectangles below have sides parallel to the axis? Find the coordinates of the remaining vertices of each. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാല് അതിന്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക: ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിന്റെയും മറ്റു രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ 2, 4 എന്ന് പറയുന്ന ഒരു മൂലയുടെ സൂചക സംഖ്യ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് -2, 3 എന്ന് പറയുന്നതും തന്നിട്ടുണ്ട്. ഞാൻ ഈ ചതുരത്തിന്, ഈ റെക്ടാങ്കിളിന് ABCD എന്നുള്ള ഒരു നെയിം കൊടുത്താൽ എയുടെ സൂചക സംഖ്യയും സിയുടെ സൂചക സംഖ്യയും തന്നതാണല്ലോ. നമുക്ക് എന്താ വേണ്ടത്? ബിയുടെ സൂചക സംഖ്യയും ഡിയുടെ സൂചക സംഖ്യയുമാണ് കണ്ടുപിടിക്കേണ്ടത്. റെക്ടാങ്കിൾ ആണ്, ഇവയുടെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ സിയുടെ x2 ആണ്, y4 ആണ്. അപ്പൊ ബിയുടെ എക്സ് എന്തായിരിക്കും? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ വന്നിന്? സിയുടെ x2 ആണെങ്കിൽ ബിയുടെയും എക്സ് എന്തെന്നാ? 2 തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ചതല്ലേ, ഇത് y അക്ഷത്തിന് സമാന്തരമാണ്. അപ്പൊ എക്സില് മാറ്റം സംഭവിക്കൂല. ഇവിടുത്തെ y എന്താ വരിക? യെസ്, y എവിടെ നോക്കണ്ടേ? ഇവിടെയാണ് നോക്കണ്ടേ. ഈ 3 ആണ് വരിക y. ഓക്കെ, അപ്പൊ ഇവിടെ 2, 3 എന്ന് പറയുന്ന ബി കോർഡിനേറ്റ് കിട്ടി നമുക്ക്. യെസ്, ഇവിടെ എന്താ കിട്ടുക? ഡി കോർഡിനേറ്റ്. ഡി കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ എക്സ് എന്താ? ഇവിടുത്തെ എക്സ് -2 ആണ്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്ത് തന്നെയാ? -2 ആണ്. യെസ്, ഇവിടുത്തെ y എന്താ വരിക? y4 ആണ്. അപ്പൊ ഇവിടുത്തെ y എന്താ വരിക? 4 വരും. അപ്പം ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യ കിട്ടിയോ? എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ചെയ്തത് സിയുടെ എക്സ് നോക്കിയിട്ട് ബിയുടെ എക്സ് കണ്ടെത്തി. എയുടെ y നോക്കിയിട്ട് ബിയുടെ y കണ്ടെത്തി. ഓക്കെ, അതുപോലെ തന്നെ ഡിയും കണ്ടെത്തി. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് മക്കളെ, ഇനി ഇവിടെ വേറൊരു ടൈപ്പ് ചതുരമുണ്ട്, വേറെ റെക്ടാങ്കിൾ. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യാ? ഇതിനെ ഞാൻ EFGH എന്നുള്ളൊരു നെയിം കൊടുത്തു കേട്ടോ, EFGH. അപ്പോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജിയുടെ എന്താ കിട്ടുക? ഇവിടുത്തെ എക്സ് 2 ആണ്. അപ്പൊ ജിയുടെ എക്സ് എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടുത്തെ y -2 ആണ്. അപ്പം ഇവിടുത്തെ y -2. ഓക്കെ, ഇതിനെ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ബ്രാക്കറ്റ് ഇടണം. നെക്സ്റ്റ്, ഇയുടെ എന്ത് വരും? എക്സ് -1 ആണ്. ഇവിടുത്തെ y -4 ആയിരിക്കും. -1 -4 ആയിരിക്കും. അപ്പൊ ഈ കിട്ടി -1 -4. ഇവിടെ എന്താണ്? -1 -2. ഇവിടെ 2 -4. ഇവിടെ 2 -2. അതായത് എല്ലാം കിട്ടി. 2 തന്നാൽ ബാക്കി 2 നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഇല്ല. നെക്സ്റ്റ് മക്കളെ, ഇവിടെ -1 3 എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 2 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഇവിടെ IJKL എന്നുള്ള നെയിം കൊടുത്തു കേട്ടോ. IJKL കൊടുത്തു. അപ്പൊ ഇവിടെ -1 3 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 2 ആണ് എക്സ്. അപ്പൊ ഇവിടുത്തെ എക്സ് 2 തന്നെയാ. ഇവിടുത്തെ y എത്രയാ? 3 ആണ്. അപ്പൊ ഇവിടുത്തെ y 3 ആണ്. ഈ എല്ലിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഇവിടുത്തെ എക്സ് -1 ആണ്. ഇവിടുത്തെ y 6 ആണ്. -1 6. അപ്പം എക്സ് നോക്കാൻ നമ്മൾ നേരെ താഴേക്കോ മുകളിലേക്കോ കൊണ്ടുപോവാ. y നോക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? നേരെ വലത്തോട്ടോ ഇടത്തോട്ടോ ആണ് കൊണ്ടുപോകേണ്ടത്.
കേട്ടോ. അപ്പൊ എക്സ് നോക്കുന്നത് എങ്ങനെ, വൈ നോക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി മക്കളെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ, അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക: വിതൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ് മേക്ക് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ വിത്ത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം പൊസിഷൻ കറക്റ്റ്. Find the other coordinates of the rectangles drawn with these as opposite vertices and sides parallel to the axis. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാല്, അതായത് പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്, ഓരോ ചതുരത്തിന്റെയും മറ്റു രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനില് അപ്പൊ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം, ഇത് ഓരോന്നും ഏത് ഭാഗത്താണോ, ഇടതാണോ വലതാണോ മേൽ കീഴാണോ ഒക്കെ നമ്മൾ നോക്കണം. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം കറക്റ്റ് ആക്കണം, എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഏന്ന് പറഞ്ഞത് 3, 5, 7, 8 എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, രണ്ട് സൂചക സംഖ്യ തന്നിട്ടുണ്ട്. അതായത് ഒരു ചതുരം ഉണ്ടാവും, ഈ ചതുരത്തിന് അക്ഷങ്ങൾ വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആക്സിസ് നമ്മൾ വരക്കരുത്. ഓക്കെ, അപ്പൊ ഈ 3, 5, 7, 8 ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ 3, 5, 7, 8 ഇത് ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, ടോപ്പ് ആണോ, ബോട്ടം ആണോ, ഇടതാണോ, വലതാണോ, മേലെയാണോ, താഴെയാണോ എന്നാണ് നമ്മള് നോക്കേണ്ടത്. അപ്പോ ഞാൻ ഇതിന്റെ ശ്രദ്ധിക്കുക, ഈ റെക്ടാംഗിളിന് ഞാനൊരു ABCD ഒന്ന് കൊടുത്തു, ഈ ചതുരത്തിന് ABCD ഒന്ന് കൊടുത്തു. അപ്പൊ ഈ 3, 5, 7, 8 ഇത് എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ എക്സ് ആക്സിസും ഇവിടുത്തെ എക്സ് ആക്സിസും നോക്കുക, രണ്ട് എക്സ് ആക്സിസ് നോക്കുക. ആദ്യം എഴുതുന്നതാണല്ലോ എക്സ്. ഓക്കെ, എക്സ് ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. അപ്പൊ 3 ആണോ 7 ആണോ വലുത്? 3 ആണോ 7 ആണോ ബിഗർ? 7 ആണല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, എക്സ് ആക്സിസിൽ ഇങ്ങനെ ഇവിടെ 0, 1, 2, 3 എന്ന് പറഞ്ഞു പോകുമ്പോൾ വലതുവശത്തായിരിക്കും വലിയ നമ്പർ ഉണ്ടാവുക. വലതുവശത്ത് വലിയ നമ്പർ, വലതുവശത്ത് വലിയ നമ്പർ. അപ്പം ഈ 3, 7 ഏതാ വലുത്? 7 ആണ് വലുത്. അപ്പൊ 7 എവിടെ ഉണ്ടാവുക? വലതുവശത്താണ് ഉണ്ടാവുക. അപ്പോ 7, 8 എന്ന് പറയുന്നത് വലതുവശത്താണ് നമുക്ക് ഉറപ്പായി. കാരണം എന്താ? 3നേക്കാളും വലുതാണ് 7 വരുന്നത്. അപ്പൊ വലതുവശത്ത് തന്നെ ബിയും സിയും ഉണ്ട്. മേലെയാണോ താഴെയാണോ, ടോപ്പാണോ ബോട്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. ടോപ്പോ ബോട്ടമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എവിടെയാ? ടോപ്പ് ബോട്ടം നോക്കാൻ വേണ്ടി നമ്മൾ വൈ ആക്സിസ് ആണ് നോക്കേണ്ടത്. വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 8 ആണ്. 5, 8 എന്ന് വരുന്ന സമയത്ത് നമ്മൾ വൈ ആക്സിസിൽ 5 ഇവിടെ ഉണ്ടാവും, 6, 7, 8. അപ്പൊ വലിയ നമ്പർ മുകളിലാണ് വരിക. ഓക്കെ, അതായത് വലിയ നമ്പർ മുകളിലാണ്. അപ്പൊ ഈ 8 5നേക്കാളും വലുതല്ലേ 8 വരുന്നത്. അപ്പൊ അത് എവിടെ ഉണ്ടാവുക? മുകളിലാണ് ഉണ്ടാവുക. അപ്പൊ ബിയിലോ സിയിലോ ഉണ്ടാവുക? സി അല്ല മുകളിലുള്ളത്, ഒക്കെ സിയിലാണ് ഉണ്ടാവുക. അപ്പൊ സിയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? 7, 8 കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഇത് വലതുവശത്ത് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലായത്? യെസ്, നമുക്ക് മനസ്സിലായത് എക്സ് അക്ഷം നോക്കിയിട്ട് നമ്മൾ വലതാണോ ഇടതാണോ എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ വലിയ നമ്പർ 7 ആണ്. അപ്പൊ 7 വലതുവശത്താണ്. പിന്നെ വൈ അക്ഷം നോക്കിയിട്ട് നമ്മൾ മുകളിലാണോ താഴെയാണോ എന്ന് കണ്ടുപിടിച്ചു. അത് നമ്മൾ എന്ത് ചെയ്തു? 8 വലുതാണ്, വലുത് മുകളിലാണ് വരുന്നത്. അപ്പൊ 7, 8 എവിടെ എത്തി? മുകളിൽ എത്തി. അപ്പൊ 7, 8 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3, 5 അല്ലേ ബാലൻസ് ഉള്ളത്. ആ 3, 5 ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ജസ്റ്റ് ഓപ്പോസിറ്റിലായിരിക്കും 3, 5 ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് വലതാണോ ഇടതാണോ മേലെയാണോ താഴെയാണോ എന്ന് കറക്റ്റായി അടയാളപ്പെടുത്താൻ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം എന്താ പറയുന്നത്? ബാക്കി രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം പൊസിഷൻ കറക്റ്റ് ആക്കിയതിനു ശേഷം അതർ 2 വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ബിയുടെ കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എങ്ങനെ ചെയ്തത്? ഇവിടെ എക്സ് 3 ആണ്, ഇവിടുത്തെ എക്സ് 7 ആണ്. അപ്പൊ ഏത് എക്സ് ആണ് നമ്മൾ നോക്കുക? യെസ്, ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പം എക്സ് ഇവിടെ 7 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ വൈ അല്ലേ നമ്മൾ നോക്കല്? 5. അപ്പൊ 7, 5 ആണ് ബിയുടെ കോർഡിനേറ്റ് കിട്ടുന്നത്. യെസ്, ഇവിടെ ഡിയുടെ കോർഡിനേറ്റ് എന്താ കിട്ടുക? ഡിയുടെ കോർഡിനേറ്റ് കിട്ടുന്നു. യെസ്, ഇവിടുത്തെ എക്സ് 3 ആണ്, വൈ എന്താ വരിക? 8 ആണ് വരിക. ഡിയുടെ കോർഡിനേറ്റ് 3, 8 കിട്ടുന്നു. ഓക്കെ,
യെസ്, അങ്ങനെയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. അപ്പൊ ABCD നമുക്ക് കിട്ടി. ഇനി ഇതില് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ 6254 വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാ? 6254 ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പറഞ്ഞേ. 6254 65 PQRS എന്ന് കൊടുത്തു ഞാൻ പേര് കേട്ടോ. യെസ്, 6ഉം 5ഉം ഏതാ ബിഗ്? 6 ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ 6, 2 എന്ന് പറയുന്ന ഇത് വലതുവശത്താവും, റൈറ്റ് സൈഡ് ആവും. അതായത് 6 ബിഗ് ആയതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി റൈറ്റ് സൈഡിൽ വ്യൂ മാറുണ്ട്. ടോപ്പ് ആണോ ബോട്ടം ആണോ നോക്കണം. ഇങ്ങനെ ടോപ്പ് ബോട്ടം നോക്കിയത്? ടോപ്പ് ബോട്ടം നോക്കുന്നത് ഈ y അക്ഷം നോക്കിയിട്ടാണ് ടോപ്പ് ബോട്ടം പറയുന്നത്. 2, 4 ഏതാ വലുത്? 4 വലുത്. 2 എവിടെ? ചെറുതാണ്. അപ്പൊ ഈ 62 എവിടെ ഉണ്ടാവുക? 62 വലതുവശത്ത് താഴെയായിരിക്കും. അതായത് റൈറ്റ് സൈഡിലെ ബോട്ടമായ ക്യൂവിലായിരിക്കും എന്തുണ്ടാവുക? 62 ഉണ്ടാവുക. 62 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 54 എവിടെയാണെന്ന് സംശയം ഉണ്ടോ? എവിടെ ഉണ്ടാവുക? ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ എസ്സിലേക്കാണ് 54 പോവുക. 54 എസ്സിലെത്തി. എസ്. ഇനി പിയുടെ സൂചക സംഖ്യ എവിടെ ഉണ്ടാവുക? പി. എസ്, പിയുടെ സൂചക സംഖ്യ എന്തായിരിക്കും? ഇവിടുത്തെ എക്സ് 5 ആണ്, y എന്താ വരുന്നത്? 2 ആണ്. ആറിന്റെ സൂചക സംഖ്യയോ? ആറിന്റെ സൂചക സംഖ്യ എസ്, ഇവിടുത്തെ എക്സ് 6 ആണ്, y എത്രയാ? 4 ആണ്. ഓക്കെ, യെസ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് കിട്ടി. ഇനി ഈ -35 -71 നെഗറ്റീവ് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം നെഗറ്റീവ് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അലർജിയാ പലർക്കും. അപ്പൊ ആ അലർജിക്ക് നമ്മൾ എങ്ങനെയായാലും മെഡിസിൻ ആണ് നോക്കുന്നത്. -35 -71 എന്ന് പറയുന്ന നെഗറ്റീവ് വരുന്ന സമയത്ത് മൈനസ് കണ്ട് വിചാരിച്ച് നമ്മൾ ആകെ ബേജാറാവേണ്ടി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. യെസ്, നെഗറ്റീവ് നമ്മൾ എന്താ ചെയ്യാ? നമ്മള് -35 -71 എന്നാണ്. അപ്പോ ഈ -3യോ -7ഓ പിക്ക് ശരിക്കും നോക്കുന്നത്. -3 ആണോ -7 ആണോ പിക്ക്? അപ്പൊ പലരും ഒറ്റടിക്കാണ് 7 ആണ് കാണുമ്പോൾ -7 എന്ന് പറയും. നെഗറ്റീവിൽ -7 ചെറിയ നമ്പർ ആണ്. ഓക്കെ, നമ്പറിന്റെ വലിപ്പം കൂടുമ്പോൾ അതിന്റെ എന്താണ് വാല്യൂസ് കുറഞ്ഞാണ് പോവുക. ശ്രദ്ധിക്കാം. -3 -5 എന്ന് പറയും. -3 ആണ് പിക്ക്. അപ്പൊ -3 ബിഗ് ആണ്. ശരിക്കും ശ്രദ്ധിക്കട്ടോ, നെഗറ്റീവിൽ ചെറിയ നമ്പർ ആയിരിക്കും വലുതായി വരാം. അപ്പൊ -3 ആണ് ബിഗ് ആയി വരുന്നത്. ആ -3 നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? യെസ്, റെക്ടാംഗിളിന്റെ റൈറ്റ് സൈഡിലേക്ക് ABCD എന്നുള്ള നെയിം കൊടുത്താൽ അപ്പൊ ചാൻസ് വരാം ബിക്കോ സിക്കോ ആണ് ഈ ചാൻസ് വരുന്നത്. വലതുവശത്താണല്ലോ വലുതുണ്ടാവുക. ഓക്കെ, ഇനി 5 1 നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ടോപ്പ് ആണോ ബോട്ടം ആണോ നോക്കാം. 5 ആണോ 1 ആണോ ബിഗ്? നെഗറ്റീവ് ഒന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, എന്തായിരിക്കും? യെസ്, 5 ആണ് ബിഗ് വരുന്നത്. ആ -35 എന്ന് പറഞ്ഞാൽ ഇത് വലതുവശത്ത് മുകളിലായിരിക്കും ഉണ്ടാവുക. -35 വലതുവശം കിട്ടിയത് എങ്ങനെ? -3 -7 വലിയ നമ്പർ -3 ആണ്, അതുകൊണ്ട് വലതുവശാന്ന് മനസ്സിലായി. 5 1 5 ആണ് വലിയ നമ്പർ, അതുകൊണ്ട് മുകളിലാണെന്നും മനസ്സിലായി. ഓക്കെ, ഇനി ഇത് -3 5 ആണെങ്കിൽ ജസ്റ്റ് ക്രോസിൽ ഓപ്പോസിറ്റിൽ ആരുണ്ടാവും? -7 1 ഉണ്ടാവും. ഇനി ബി കണ്ടെത്തി കൂടെ? യെസ്, ബി എങ്ങനെ കിട്ടും? ബി കിട്ടുന്നു. ഇവിടെ -3 ആണ്, ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇത് -3 ആണ്, I 1 ആണ്. -3 ഈ 1 കേട്ടോ. യെസ്, ഡി എന്തായിരിക്കും? -7 5 ഈ രൂപത്തിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഈ വൃത്തങ്ങൾ സർക്കിളിലെ ക്വസ്റ്റ്യൻ വരലുണ്ട് ഇതില്. അപ്പം ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നതെന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ശ്രദ്ധിക്കേ. വൃത്തത്തിന്റെ കേന്ദ്രം 00 ആകുന്നു. കേന്ദ്രം 00 ആകുന്നു എന്നാണ്. 00 കേന്ദ്രമാണ്, സെന്റർ ഒറിജിൻ ആണ് കേട്ടോ. 40 ആ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. 40 ആ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 40 എന്ന് പറയുന്നത്.
ഇനി ക്വസ്റ്റ്യൻ എ ചോദിക്കുന്നു വൃത്തത്തിന്റെ ആരം കാണുക. ക്വസ്റ്റ്യൻ ബി ചോദിക്കുന്നു വൃത്തത്തിലെ മറ്റ് ഏതെങ്കിലും ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. അതായത് വൃത്തത്തിന്റെ കേന്ദ്രം സെന്റർ 0 ആണ്. then 40 ആ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്, ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 40. ക്വസ്റ്റ്യൻ എ വൃത്തത്തിന്റെ ആരം കാണുക. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ക്വസ്റ്റ്യൻ ബി വൃത്തത്തിലെ മറ്റ് ഏതെങ്കിലും ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. അതായത് ആ സർക്കിളിലെ വേറെ ഏതെങ്കിലും പോയിന്റിന്റെ കോർഡിനേറ്റ്, വേറെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എഴുതാനാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ സർക്കിൾ എന്ന് പറയണമെങ്കിൽ ഏകദേശം ഈ രൂപത്തിലാണ് ഉണ്ടാവുക, സർക്കിൾ ഉണ്ടാവുക. ഈ സർക്കിളിന്റെ സെന്റർ ആണ് നമ്മോട് പറഞ്ഞ 0 എന്ന് പറയുന്നത് സെന്റർ ആണ്. ഈ സർക്കിളിലെ 0 സെന്റർ ആണെങ്കിൽ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ദിസ് ഈസ് ദ ഒറിജിൻ, ഇതാണ് ആധാര ബിന്ദു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. യെസ്. നൗ ഇവിടെ എന്ത് പറയുന്നുണ്ട്, 0040 എന്ന് പറയുന്ന സമയത്ത് ഈ 40 എന്ന് പറയുന്നത് ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് എന്ന് പറഞ്ഞു, വൃത്തത്തിലെ ഒരു പോയിന്റ്. ഇനി പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ് ഈ 40 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എയിൽ പറയുന്നു വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ആരം എന്താണ് കണ്ടുപിടിച്ചൂടെ നമുക്ക്. ഇവിടെ 00 ആണ്, ഇവിടെ 40 ആണ്. എന്തായിരിക്കും ആരുണ്ടാവുക? ആരെന്ന് പറയാൻ എന്താ, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന വരയാണ് ആരം. ലൈൻ സെഗ്മെന്റ് ഡ്രോയിങ് ഫ്രം സെന്റർ ടു സർക്കിൾ ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇതൊക്കെ നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ 0040, ഈ 0 മുതൽ 4 വരെ എക്സ് ആക്സിസ് ഇവിടെ 0 ആണ്, ഇവിടെ എക്സ് ആക്സിസ് 4 ആണ്. അപ്പൊ 0 മുതൽ 4 വരെ എത്ര യൂണിറ്റ് ഉണ്ടാവും? സിമ്പിൾ, 4 യൂണിറ്റ് ആണ്. അപ്പൊ റേഡിയസ് 4 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടി. x0 ആണ്, ഇവിടെ 4 ആണ്. y0 രണ്ടിടത്തും 0 ആണ്, കുഴപ്പമില്ല കേട്ടോ. അത് എക്സ് ആക്സിസിലാണ്, എക്സ് ആക്സിസിൽ y0 ആണ് നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ 40 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അതുകൊണ്ട് വൃത്തത്തിന്റെ ആരം 4 യൂണിറ്റ് കേട്ടോ. സെന്റിമീറ്റർ ഒന്നും ഇവിടെ പറയാത്തതുകൊണ്ട് നമുക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 4 യൂണിറ്റ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ബിയിൽ പറയുന്നത് ഈ വൃത്തത്തിലെ മറ്റേതെങ്കിലും ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ, അതായത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം, ഇവിടെ നമ്മൾ നേരെ ഇതിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ 00 ആണ്, ഇവിടെ 40 ആണ്. അപ്പൊ ഇങ്ങോട്ട് എന്ത് വരും? സിമ്പിൾ, -40 ആയിരിക്കും. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു നെഗറ്റീവ് അല്ലേ വരിക, -40. ഈ വൃത്തത്തിലെ വേറെ ഏതെങ്കിലും ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ -40. ഈ വൃത്തത്തിലെ വേറെ ബിന്ദുക്കളുടെ സൂചക സംഖ്യ ചോദിച്ചാലോ? ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വരയ്ക്കാം. ആകെ ഒന്നേ ചോദിച്ചോളൂ കേട്ടോ. എക്സാമിന് ഇത്ര ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇതിന് മുകളിലേക്ക് വരച്ചു നോക്കിയാൽ മതി. ഇങ്ങോട്ട് വരക്കുന്ന സമയത്ത് ഇതിന്റെ ആരം നമുക്ക് 4 കിട്ടിയില്ലേ, ഇവിടെ എന്തായിരിക്കും? 04 ആയിരിക്കും. 04 താഴേക്ക് വരച്ചാൽ എന്തുണ്ടാവും? 0 -4 ആയിരിക്കും. വൃത്തത്തിലെ വേറെ ബിന്ദുക്കളൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ചതുരത്തിന്റെ 2 മൂലകൾ തന്നാൽ ബാക്കി 2 മൂലകൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം കറക്റ്റ് ആക്കി ചെയ്യുന്നത്. അവസാനം നമ്മൾ സർക്കിളിന്റെ റേഡിയസ് കാണുന്നതും പിന്നെ അതിന്റെ വേറെ ബിന്ദുക്കളുടെ സൂചകസംഖ്യ കാണുന്നതും പഠിച്ചു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരും. ദാറ്റ് ഈസ് സ്വാഭാവികം. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.